ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇപ്പം നിൽക്കുന്നത് മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലബാറിലുള്ള ആളുകൾക്ക് ഇനി അങ്ങോട്ട് നേരിട്ട് രാമേശ്വരത്തോട്ട് പോകാനുള്ളൊരു അവസരമാണ്. അതായത് മംഗലാപുരത്ത് നിന്ന് രാമേശ്വരം വരെയുള്ള എക്സ്പ്രസ് ഇന്ന് തൊട്ട് ഓടിത്തുടങ്ങുകയാണ്. ഇന്നാണ് അതിൻ്റെ ആദ്യത്തെ റണ്ണ് എന്ന് പറയുന്നത്. 2 ദിവസം മുന്നേ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് ഫ്ലാഗ് ഓഫ് ചെയ്തു. അതിൻ്റെ ആദ്യത്തെ റണ്ണ് എന്ന് പറയുന്നത് ഇന്നാണ്. അപ്പോൾ ഇന്ന് രാത്രി 7:30 അത് ഇവിടുന്ന് എടുക്കും. അപ്പോൾ അത് കയറാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് നമ്മൾ രാമേശ്വരം വരെ യാത്ര ചെയ്യുന്നുണ്ട്. ഞാനിതാ ഇപ്പോൾ ഇവിടെ മംഗലാപുരം സ്റ്റേഷൻ്റെ 5ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഈ ഭാഗത്തുള്ളത്. ഇവിടെ ഇപ്പോൾ ഒരു പാസഞ്ചർ വന്ന് നിർത്തിയിട്ടുണ്ട്. കുറേ ട്രെയിനുകൾ കണ്ടോ അവിടെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. നമ്മുടെ പുതിയ ട്രെയിൻ അവിടെ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ പോകാൻ തയ്യാറായിട്ട് കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഞാൻ ഈ ഭാഗത്ത് വന്നത് എൻ്റെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന ട്രെയിൻ ഇവിടെയായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ അങ്ങോട്ട് പോയിട്ട് ഏതാണ് ലോക്കോമോട്ടീവ്, ആ പുതിയ റേക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കണ്ടേ. നമ്മുടെ റേക്ക് മിക്കവാറും പുതിയ കോച്ചുകളൊക്കെ ആയിരിക്കും. എന്തായാലും അതൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം നമുക്ക്. നമ്മുടെ ട്രെയിൻ ഇത് അവിടെ കിടക്കുന്നുണ്ട്. 1662 നമ്പർ വരുന്നത്. അതായത് മംഗലാപുരത്ത് നിന്ന് രാമേശ്വരത്തോട്ട് പോകുമ്പോൾ 1662 തിരിച്ചു വരുമ്പോൾ 1662 വരുന്നത്. മലയാളത്തിലൊക്കെ എഴുതി വെച്ച് കണ്ടോ. ഇത് ഈ ട്രെയിനിന്റെ ജനറേറ്റർ കാറാണ്. അപ്പം ഞാൻ ഏറ്റവും പുറകിലോട്ടൊന്ന് വന്നത്. ഇനി നമുക്ക് ഏറ്റവും ഫ്രണ്ടിലൊന്ന് പോയി നോക്കാം. ഇവിടെ 1ാമത്തെ പ്ലാറ്റ്ഫോമിന്റെ ഈ ലാസ്റ്റ് ഭാഗത്ത് നമ്മുടെ പേരില്ല, മംഗളൂരു സെൻട്രൽ നിന്ന് അവിടെ ദൂരെ എഴുതി വെച്ചത്. അപ്പോൾ അവിടെ കണ്ടോ, ഇതാണ് ട്രെയിനിന്റെ ബാക്ക് സൈഡ് വരുന്നത്. നമുക്കിനി ഇവിടുന്ന് ഒന്ന് നടന്ന് ഫ്രണ്ട് വരെ ഒന്ന് നടന്നിട്ട് വരാം. എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊന്നും അറിയാമല്ലോ. ഈ ഒരു കോച്ചൊക്കെ കണ്ടോ, ഇത് ജനറൽ കോച്ചാണ്. 2026 മെയ്ഡാണ്. അതായത് ഈ വർഷത്തെ കോച്ചുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സാധാരണ നമുക്ക് ഇങ്ങനത്തെ കോച്ചുകളൊന്നും കിട്ടാറില്ല. അതൊക്കെ നോർത്തിലോട്ട് അവിടേക്കൊക്കെയാണ് പോവുക. അപ്പോൾ നമുക്ക് പുതിയ ട്രെയിനിൽ നിന്ന് മാത്രമല്ല പുതിയ കോച്ചുകൾ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഏറ്റവും ഫ്രണ്ട് വരെ ഒന്ന് നടന്നു പോയിട്ട് അവിടെ ഏതാണ് നമ്മുടെ ലോക്കോമോട്ടീവ് എന്നൊക്കെ ഒന്ന് കാണാമല്ലോ. അപ്പം കണ്ടില്ലേ, കൂടുതലും ഇതിൽ എല്ലാ കോച്ചുകളും പുതിയതൊന്നുമല്ല, എന്നാലും കൂടുതൽ കോച്ചുകളും പുതിയതാ. ഇത് കണ്ടോ, ഇതൊരു സ്ലീപ്പർ കോച്ചാണ്. ഇതും 2026 മേടാ. നിങ്ങൾക്ക് അതെങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ ഈ കോച്ചുകളുടെ ഒക്കെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ നമ്പേഴ്സ് കാണാൻ പറ്റും. അതിൽ ഈ കോച്ചിന്റെ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന 2 നമ്പറാണ് അത് മെയ്ഡ് ചെയ്ത വർഷം എന്ന് പറയുന്നത്. അതാണ് 2026 നമുക്ക് മനസ്സിലാവുക. ഓ, എന്തൊരു നീറ്റ് ആൻഡ് ക്ലീൻ കോച്ചാന്ന് നോക്ക്. അടിപൊളി, പുതിയ കോച്ചാണ്. അപ്പം ഞാനിതിൽ യാത്ര ചെയ്യുന്നത് 3rd AC-യിലാണ്. അപ്പം അതും കുറേയൊക്കെ പുതിയ തന്നെയാണ് കണ്ടത്. 1-2 പഴയതുണ്ട്, നോക്കണം. എന്ത് ഭംഗിയാന്ന് കണ്ടോ. ഓ, നല്ല പുത്തൻ കോച്ച്. ഈ വർഷം ഇറക്കിയിട്ടേ ഉള്ളൂ. ഇതിപ്പം മാർച്ചല്ലേ, ഈ 3 മാസത്തിനുള്ളിൽ വന്ന പുത്തൻ കോച്ചുകൾ. അടിപൊളി. അപ്പോൾ ബാത്റൂമിൻ്റെ കാര്യമൊന്നും പിന്നെ പറയാനുണ്ടാവില്ലല്ലോ, പുത്തനല്ലേ. എന്നാലും നമുക്ക് നോക്കാം. ഫ്രഷ് പീസ്. ഇത്ര വൃത്തിയില്ലേ ഒരു ബാത്റൂം കാണാമെന്ന് വെച്ചാൽ അപൂർവങ്ങളിൽ അപൂർവം. വെസ്റ്റേൺ സ്റ്റൈലും കൂടി ഒന്ന് നോക്കാം. അടിപൊളി. നിലത്ത് നല്ല കാർപ്പറ്റൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തി. ഇനിയും ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മതി. ഒക്കെ പുത്തൻ കോച്ചുകളാണ്. അപ്പോൾ നമുക്കെന്തായാലും ഇതിൻ്റെ ലോക്കോമോട്ടീവും കൂടെ കണ്ടിട്ട് നമ്മുടെ കോച്ചിലേക്ക് പോവാം. നമ്മളങ്ങനെ നടന്ന് ട്രെയിനിൻ്റെ ഫ്രണ്ടിലെത്തി. ഒരു WIP-4 ആണ് കേട്ടോ നമ്മുടെ ലോക്കോമോട്ടീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്രണ്ടിലും ഇതാ നമ്മുടെ ബോർഡ് കൊടുത്തിട്ടുണ്ട്, രാമേശ്വരം ടു മംഗളൂരു സെൻട്രൽ. അങ്ങോട്ടേക്ക് പോകുമ്പോൾ 1662 നമ്പർ, ഇങ്ങോട്ടേക്ക് വരുമ്പം 1662 ഇങ്ങനെയാണ് ഈ ട്രെയിനിൻ്റെ നമ്പർ വരുന്നത്. അത് ആലോചിച്ച് വെച്ചാൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ലോക്കോമോട്ടീവ് WIP-4 ആണ്. ഇത് ഏത് ഷെഡിൻ്റെയാണ് നോക്കട്ടെ. ഇത് വരുന്നത് ഈറോഡ് ഷെഡിൻ്റെയാണ്. നമ്മൾ ഇങ്ങോട്ടൊക്കെ വരുന്ന WIP-4 WIP-7 അധികം ഈറോഡ് ഷെഡിൻ്റെ ആയിരിക്കും. WIP-4 കൊടുക്കാൻ കാരണം വെച്ചാൽ ഇത് ഒരു ദിവസത്തെ കൂടുതലൊന്നും ഓടുന്നില്ലല്ലോ, ഒറ്റ നൈറ്റ് മാത്രം ഓടുന്ന വണ്ടിയല്ലേ. അപ്പം WIP-4 ആണ് ഏറ്റവും ആപ്റ്റ് എന്ന് പറയുന്നത്. നമുക്കിനി ഇതിൻ്റെ ജനറൽ കോച്ചും കൂടി ഒന്ന് കയറി നോക്കാം, അതെങ്ങനെയുണ്ടെന്നൊന്നും അറിയാമല്ലോ. ഇതും 2026 മേഡാ. ഒക്കെ പുതിയ കോച്ചുകളാണ്. അതാണ് ഈ ട്രെയിനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പുതിയ ട്രെയിൻ മാത്രമല്ല, കിട്ടിയ കോച്ചുകളും പുത്തനാ. കണ്ടോ, ഒക്കെ അടിപൊളിയാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ തന്നെ. അപ്പം ഇതൊക്കെ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു. കയറുന്ന ആളുകൾ കൂടെ ഇതുപോലെയൊക്കെ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ, കാരണം എപ്പോഴും നമുക്ക് നല്ല ട്രെയിനും നല്ല സൗകര്യമൊക്കെ കിട്ടും. പക്ഷെ നമ്മളത് നല്ലപോലെ സൂക്ഷിക്കാതെ നശിപ്പിച്ച് കളയുന്നതുകൊണ്ടാണ് നമ്മൾ ട്രെയിനുകളൊക്കെ ഒട്ടും വൃത്തിയില്ലാത്തതും
മോശമായിട്ടൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ എന്ത് ഭംഗിയായിട്ടിരിക്കും നമ്മളെ ട്രെയിനൊക്കെ. എല്ലാ സൗകര്യവും ഉണ്ട്, എല്ലാ സ്ഥലത്തും നമുക്ക് പ്ലഗ് പോയിന്റ് ഉണ്ട്. അത് സി ടൈപ്പും USB ടൈപ്പും ഡയറക്റ്റ് പ്ലഗ് ഇൻ ചെയ്യാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട്. ഇത്ര അടിപൊളിയായിട്ടുള്ള ട്രെയിനുകളാണ് നമുക്ക് കിട്ടിയത്. ഇതാണ് എൻ്റെ കോച്ച് വരുന്നത്, B4 ആണ്. പക്ഷേ ഇത് പുതിയതല്ല, ഇത് 2022 മെയ്ഡാണ്. അപ്പം ഇതിൽ എന്നാലും കുഴപ്പമൊന്നുമില്ല, 4 വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ. അപ്പോൾ 2022 മെയ്ഡാക്കിയിട്ട് പുതിയ പെയിൻ്റൊക്കെ അടിച്ച് ഇതും ഭംഗിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് പഴയതാണ്. അപ്പോൾ നമുക്കിനി അകത്തോട്ട് കയറാം. എല്ലാം മാറ്റി കണ്ടോ, ഇതിൻ്റെ തുണിയൊക്കെ മാറ്റി ഒക്കെ അടിപൊളിയാക്കി പുതിയതാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, എന്താ കർട്ടണൊക്കെ പുതിയതാണ്. അപ്പം സംഭവം 2022 മെയ്ഡാണെങ്കിലും ഒക്കെ അടിപൊളിയാക്കി പുതിയതുപോലെ ആക്കിയിട്ടുണ്ട്. നല്ല വൃത്തിയും കാര്യങ്ങളുള്ള നല്ല നീറ്റായിട്ടുള്ളൊരു കോച്ച്. എൻ്റെ സീറ്റ് ഇത് എവിടെയാണ് വരുന്നത്, സൈഡ് ലോവർ ഞാൻ കൊടുത്ത് എടുത്തതാണ്, അതായത് പ്രയോറിറ്റി കൊടുത്തെടുത്തതാണ് ഈ ഒരു സൈഡ് ലോവർ കിട്ടാൻ വേണ്ടിയിട്ട്. അവിടെയായിട്ട് പ്ലഗ് പോയിൻ്റ് ഉണ്ട്, മുകളിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2 എണ്ണം വരുന്നുണ്ട്, അതുപോലെ ഇവിടെയും 2 എണ്ണം വരുന്നുണ്ട്. ഇത് 7:30ക്കാണ് ഇവിടുന്ന് എടുക്കുക. അപ്പോൾ സമയം 7:15 ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന് മൊത്തം 6 സ്ലീപ്പർ കോച്ച് വരുന്നുണ്ട്, അതുപോലെ 6 തേർഡ് AC വരുന്നുണ്ട്, 2 സെക്കൻഡ് AC വരുന്നുണ്ട്, പിന്നെ ബാക്കിൽ 2 ജനറൽ കോച്ച് വരുന്നുണ്ട്, ഫ്രണ്ടിലും 2 ജനറൽ കോച്ച് വരുന്നുണ്ട്. ഇങ്ങനെയാണ് മൊത്തം വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പോയി കണ്ടു, WP7 അല്ല 4 ആണ്, കാരണം ഒറ്റ നൈറ്റ് മാത്രമേ ട്രാവൽ ചെയ്യുന്നുള്ളൂ. പിന്നെ WP4ൻ്റെ പ്രത്യേകത നല്ല വലിവുള്ള വണ്ടിയാണ്, ലോങ്ങിന് പറ്റിയതല്ല. ഇത് 2-3 ദിവസം കൂടുന്ന ട്രെയിൻ അല്ലല്ലോ, അതുകൊണ്ടായിരിക്കും അത് കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. ആദ്യത്തെ യാത്രയാണ്, ഫസ്റ്റ് യാത്രയല്ലേ, അപ്പോൾ അതിൻ്റെ ക്ലീനിങ് എന്തായാലും കാണാനുണ്ട്. ഒന്നും വൃത്തിയേടാക്കാനൊന്നും ഇല്ലല്ലോ. ബാത്റൂമൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ടും ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഇനി ഇത് ഓരോ സ്ഥലത്ത് എത്തുന്ന സമയം എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി കാസർഗോഡ് ഉണ്ട്, കാസർഗോഡ് കഴിഞ്ഞാൽ പിന്നെ കണ്ണൂർ, അങ്ങനെയൊക്കെയാണ് വരുന്നത്. അതായത് ഏതൊക്കെയാണ്, എത്രയാണ് സമയം, പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ അവിടെ നിന്ന് തിരിച്ചെങ്ങനെയാണ്, അതൊക്കെ നമുക്ക് ഓരോ പോകുന്ന വഴിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളെ ട്രെയിൻ ഇത് അങ്ങനെ സ്റ്റേഷനിൽ എടുത്തു കേട്ടോ. കറക്റ്റ് 7:30 തന്നെ എടുത്തു. 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മുടെ ട്രെയിൻ ഇതാ എടുത്തു. ഇനി അടുത്ത സ്റ്റേഷൻ വരുന്നത് കാസർഗോഡാണ്, പിന്നെ കണ്ണൂർ, പിന്നെ കോഴിക്കോട്. സ്റ്റോപ്പ് വളരെ കുറവാണ്. തലശ്ശേരി, വടകര ഒന്നും സ്റ്റോപ്പില്ല. കോഴിക്കോട് ഒരു 10:30 ആ സമയത്തെത്താം. 10:37 10:37 ആ ടൈമിനെത്തും. അപ്പോൾ നമുക്ക് കോഴിക്കോടുള്ളവർക്ക് ആ ടൈമിന് അവിടെ നിന്ന് കയറിയാൽ പിറ്റേന്ന് രാവിലെ രാമേശ്വരം പോയിട്ട് ഇറങ്ങാൻ പറ്റും. ഇത്രയും കാലം നല്ല ബുദ്ധിമുട്ടായിരുന്നു, ട്രെയിനൊക്കെ മാറി കയറി കുറേ പണിയായിരുന്നു നമുക്ക് രാമേശ്വരത്ത് എത്താൻ. അപ്പോൾ ഇപ്പം കുറച്ചുകൂടി ഈസിയായി. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, അവിടുന്ന് തിരിച്ചു വരാനാണ് ബുദ്ധിമുട്ട്. കാരണം അതേ ദിവസമാണ്, ഇത് ആഴ്ചയിൽ ഒരു ദിവസമാണ് അങ്ങോട്ടും ഒരു ദിവസമാണ് ഇങ്ങോട്ടും. ഇത് നാളെ ഇപ്പം 10:30 അവിടെ എത്തുക, രാവിലെ 10:30 അവിടെ എത്തുക. അതേ ദിവസം 3:30 തന്നെ ഈ ട്രെയിൻ റിട്ടേൺ എടുക്കും. അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിലൊക്കെ പോയി വരുന്നവർക്ക് ഇതെങ്ങനെ ഹെൽപ്പ് ആവാന്നറിയില്ല. ഇതിൻ്റെ പിറ്റേന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ഒരു ദിവസം അവിടെ ക്ഷേത്രത്തിലൊക്കെ പോയി വരുന്നവർക്ക്. ഇപ്പോൾ വിവേക് എക്സ്പ്രസ് വരാനുണ്ട്, അതാണ് ഇത്ര തിരക്ക്. അതിന് പോകാനുള്ളവരാണ്. ഇപ്പോൾ ഈ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇഷ്ടംപോലെ ആളുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊക്കെ വിവേക് എക്സ്പ്രസ്സിന് പോകാനുള്ളവരാ. ഇതാണ്ടോ ഈ കാണുന്നൊക്കെ വിവേക് എക്സ്പ്രസ്സിന് പോകേണ്ടവരാ. ഫുൾ ബാഗൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ടോ. നമുക്ക് ഒരിക്കൽ ആ ട്രെയിനിന് ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. എപ്പോഴെങ്കിലും ഒരിക്കൽ ആ ഒരു ട്രെയിനിന് പോകണം. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ഒരു 8-10 ആകുമ്പം കാസർഗോഡ് എത്തും. അതാണ് ഇനി അടുത്ത സ്റ്റേഷൻ. അതിൻ്റെ ഇടയിൽ സ്റ്റോപ്പൊന്നും വരുന്നില്ല. ട്രെയിൻ എടുത്തു ഇവിടുന്ന്. ഇനി നമുക്ക് കുറച്ച് നേരം, രാത്രിയാണ്, ഇനി അങ്ങോട്ട് വേറെ കാഴ്ചയൊന്നും കാണാനില്ല. കാസർഗോഡ് എത്തുമ്പോൾ നമുക്ക് എന്തായാലും കാണാം. 8-10 ആകുമ്പോൾ അവിടെ എത്തും. ഇത് കണ്ടോ നിങ്ങൾ, ഇത് എമർജൻസി എക്സിറ്റ് ആണ്. അതായത് ഈ സാധനത്തിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഈ റബ്ബറില്ലേ, അത് മൊത്തം പൊളിഞ്ഞങ്ങ് പോരും. അതിന് ശേഷം പിടിച്ച് വലിച്ചാൽ മതി. അതായത് ഇത് പിടിച്ച് വലിച്ചാൽ ഈ റബ്ബർ മൊത്തം പൊളിഞ്ഞു വരും. അതിന് ശേഷം ഇത് വലിച്ചാൽ മൊത്തം പൊട്ടും. അങ്ങനെ അതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. എൻ്റെ സീറ്റിൻ്റെ അവിടെ തന്നെ എമർജൻസി എക്സിറ്റാണ്. നമ്മളിത് അവിടെ നേത്രാവതി പാലാണ് ഇപ്പം ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മംഗലാപുരത്തോട്ട് വരുന്ന സമയത്ത് ഈ പാലം കാണാൻ നല്ല ഭംഗിയാണ്. കാരണം ഓപ്പോസിറ്റ് സൈഡിൽ ഫുൾ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു പാലമാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ കണ്ടോ, ഇതുപോലെയുള്ള ഒരു പാലാണ്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പം
നമ്മൾ ഈ പാലാണ് മംഗലാപുരം എത്തിയെന്ന് നമ്മളെ അറിയിക്കാനുള്ളത്. നേത്രാവതി പുഴയാണ് താഴെക്കൂടി ഒഴുകുന്നത്. ഈ പുഴയുടെ പേരിലാണ് നമ്മുടെ നേത്രാവതി എക്സ്പ്രസ്. അത് പണ്ട് മംഗലാപുരം വരെ ആയിരുന്നു ആ ട്രെയിൻ ഓടിയിരുന്നത്. പിന്നീടാണ് അത് എക്സ്റ്റെൻഡ് ചെയ്തത്. ഓക്കെ, അതുകൊണ്ടാണ് ആ ട്രെയിനിന് നേത്രാവതി എക്സ്പ്രസ് എന്നുള്ള പേര് കിട്ടിയത്. ഇപ്പോൾ കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു പാലാണിത്. നമ്മളേത് അവിടെ ഇപ്പം കാസർഗോഡ് സ്റ്റേഷനിൽ എത്തിയിട്ടോ. കേരളത്തിലെ ആദ്യത്തെ സ്റ്റേഷനാണ്. ഒരു 10 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. ഇതിപ്പം 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി കിടക്കുന്നത്. ഞാനേ കേരളത്തിലെ ആദ്യത്തെ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുതേ. ഈ ട്രെയിൻ സ്റ്റോപ്പുള്ള കേരളത്തിലെ ആദ്യത്തെ സ്റ്റേഷൻ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ സ്റ്റേഷനൊക്കെ റിനോവേഷനൊക്കെ കഴിഞ്ഞ് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കാസർഗോഡ് നിന്നും നമ്മൾ ട്രെയിൻ ഇതാ എടുത്തു. നമ്മളിതാ കണ്ണൂർ സ്റ്റേഷൻ എത്തിയിട്ടോ. ട്രെയിൻ ലേറ്റ് ആണ് കുറച്ച്. കണ്ണൂരിൽ നിന്നും അങ്ങനെ നമ്മുടെ ട്രെയിൻ എടുത്തു. ഇത് ആദ്യത്തെ ദിവസമായതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം ആൾക്കാർ കയറാനോ ഇറങ്ങാനൊന്നും ഇല്ല. കണ്ടോ, നല്ല മഴയാ പുറത്ത്, വേനൽ മഴ. മഴ പെയ്യുന്ന കണ്ടോ. ഞാനേ കോഴിക്കോട് എത്തിയിട്ട് വൈൻഡപ്പ് ചെയ്യാന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞു. ഇപ്പം മാഹി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ കോഴിക്കോട് എത്തുമ്പോൾ എന്തായാലും 11 മണിയൊക്കെ കഴിയാനാണ് സാധ്യത. അപ്പോൾ ഉറക്ക് വരുന്നുണ്ട്, നല്ല ക്ഷീണമുണ്ട്. ഇനി എന്തായാലും നമ്മൾ കോഴിക്കോട് എത്താൻ കാത്തിക്കുന്നില്ല. 11 മണിയൊക്കെ കഴിയാനാണ് സാധ്യത. വടകര പോലും എത്തിയിട്ടില്ലല്ലോ. അപ്പം എന്തായാലും 1 മണിക്കൂറിന് മുകളിൽ ഇനിയും പോകാനുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഇനിയും ലേറ്റ് ആവാനാണ് സാധ്യത. കാരണം ലൈനായിട്ട് ട്രെയിൻ മുന്നിൽ കിടക്കുന്നുണ്ട്. മലബാർ പോയതുണ്ട്, മാവില, അങ്ങനെ കുറേ വണ്ടികളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ മുന്നിൽ കുറേ വണ്ടികളുള്ളതുകൊണ്ട് തന്നെ ഇതിൽ ചിലപ്പോൾ ലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഉറങ്ങിയിട്ട് നാളെ നമ്മളൊരു മധുര ജംഗ്ഷനൊക്കെ എത്തുമ്പം ആ സമയത്തൊക്കെ എണീക്കുക. അപ്പോൾ ആ സമയത്ത് തന്നെ അങ്ങോട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. എന്തായാലും ഗുഡ് നൈറ്റ്. മഴ നല്ല രീതിയിൽ പെയ്യുന്നു കേട്ടോ. പുറകിൽ ഇങ്ങനെ എൻ്റെ മേലേക്ക് അടിക്കുന്നത്. അപ്പോൾ എന്തായാലും ഗുഡ് നൈറ്റ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ നേരത്തെ ഡിണ്ടിഗൽ ജംഗ്ഷൻ എത്തിയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു, പക്ഷേ ബ്രഷ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ഇപ്പം റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് മധുരൈ ജംഗ്ഷനാണ്. ഞാൻ മുന്നേ രാമേശ്വരം വന്നിട്ട് രാമേശ്വരത്ത് നിന്ന് മധുര വരെ ട്രെയിൻ വന്നിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഈ റൂട്ടല്ല വന്നത്, അവിടുന്ന് വേറെ റൂട്ട് പോവുക ചെയ്തത്. അതുകൊണ്ട് ഈ റൂട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് യാത്ര ചെയ്യുന്നത്. മുകളിൽ കൂടെ, അപ്പുറത്തോട്ടുള്ള ട്രാക്ക് മുകളിൽ കൂടിയാണ് പോകുന്നത്. അവിടെ ഒരു പാലമൊക്കെ ആയിട്ടെ. അപ്പം ഇനി അങ്ങോട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അടുത്തത് മധുരൈ ജംഗ്ഷൻ. പിന്നെ എനിക്ക് തോന്നുന്നു മയിലാടുംതുറയാണോ, അല്ല, അതല്ല, ആ റൂട്ടല്ല, അത് അവിടുന്ന് വേറൊരു പേരുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങോട്ടുള്ള കാഴ്ച അതൊക്കെയാണ് നമ്മളിനി കാണാനുള്ളത്. നമ്മളെ ഇപ്പോൾ ഇതവിടെ കൊടൈക്കനാൽ റോഡ് എന്ന് പറഞ്ഞൊരു സ്റ്റേഷനാണ്. ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് വരുന്നത് മധുരൈ ജംഗ്ഷനേ ഉള്ളൂ. അപ്പം അതുവഴിയാണ് പോകുന്നത്, കൊടൈക്കനാൽ റോഡ്. ഈ ഒരു സ്റ്റേഷൻ്റെ പേര് കൊടൈക്കനാൽ റോഡ് എന്നാണെങ്കിലും നമ്മൾ വിചാരിക്കും കൊടൈക്കനാൽ ഇവിടെ അടുത്താണെന്ന്. പക്ഷെ അല്ല, ഇവിടെ ഇറങ്ങിയിട്ട് നമുക്കിവിടുന്ന് 80 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട് കേട്ടോ കൊടൈക്കനാലിലോട്ട്. കൊടൈക്കനാലിൻ്റെ ഏറ്റവും അടുത്തുള്ള സ്റ്റേഷൻ എന്നുള്ള രീതിയിലായിരിക്കും ആ പേര് കൊടുത്തത്. പക്ഷെ ഇവിടുന്ന് 80 കിലോമീറ്റർ ദൂരമുണ്ട്. കൊടൈക്കനാൽ റോഡ്. ഇഷ്ടംപോലെ നമ്മുടെ കടലാസ് പൂവില്ലേ, കണ്ടോ, നല്ല ഭംഗിയിൽ നല്ല ദൂരത്ത് കിടക്കുന്നുണ്ട്. യാത്രയിൽ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത് തേർഡ് എ സിയിലാണ്. അപ്പം എങ്ങനെയാണ് തേർഡ് എ സിയിലെ കാഴ്ചകൾ, എങ്ങനെ തേർഡ് എ സി കംഫർട്ടാണോ? നമുക്ക് മലബാറിന്ന് രാമേശ്വരം മാത്രമല്ല പഴനി പോകാനും ഈ ട്രെയിൻ പഴനി വഴിയാണ് ഇത് വന്നത് കേട്ടോ. നമ്മൾ രാവിലെ ഒരു 4:30 ആ സമയത്ത് അവിടെ എത്തിയതെന്നേ ഉള്ളൂ. അപ്പോൾ പഴനിയിലോട്ട് ഡയറക്റ്റ് വരാനൊക്കെ നല്ല എളുപ്പമാണ് ഈ ഒരു ട്രെയിൻ നമ്മൾ വന്നാൽ. അപ്പോൾ നമ്മൾ തേർഡ് എ സിയിലാണ് അങ്ങോട്ട് യാത്ര ചെയ്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീപ്പറിലുള്ള യാത്ര എങ്ങനെയാണ്, അതെങ്ങനെ കംഫർട്ടാണോ,
തിരക്കുണ്ടോ, ആളുകൾ കയറി വരുമോ, ജനറൽക്കാർ കയറി വരും, ഇതൊക്കെ നമുക്ക് നോക്കാം. കാരണം ഇതിൻ്റെ സ്ലീപ്പറിലുള്ള ഒരു യാത്ര കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് നിങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും. നമുക്ക് തേർഡ് എ സി എടുക്കേണ്ടതുണ്ടോ അല്ല സ്ലീപ്പറിൽ പോയാൽ മതിയോ, അപ്പോൾ ഏതാണ് ബെറ്റർ എന്നൊക്കെ നിങ്ങൾക്ക് ഈ 2 വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ സ്ലീപ്പറിലാണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് 3:30, നമ്മളിപ്പം 10:30 ആകുമ്പോൾ നമ്മൾ രാമേശ്വരം എത്തും. എന്നിട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ അവിടെ ക്ഷേത്രത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് അവിടെ നമ്മൾ മുന്നേ അതിൻ്റെ ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. രാമേശ്വരം മുഴുവൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. രാമേശ്വരം, മധുരൈ, ധനുഷ്കോടി, കന്യാകുമാരി ഒക്കെ നമ്മൾ ഒരു യാത്രയായിട്ട് പോയിട്ട് എല്ലാത്തിൻ്റെയും വീഡിയോ ഡീറ്റെയിൽ ആയിട്ടിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ ലിങ്ക് ഇതിൻ്റെ മുകളിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം, എൻ്റെ ഡിസ്ക്രിപ്ഷനിലും മുകളിലായിട്ട് കൊടുക്കാം. അപ്പോൾ ആ കാഴ്ചയൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഇന്ന് ജസ്റ്റ് നമുക്ക് അവിടെ ക്ഷേത്രത്തിന് അവിടെ ഒന്ന് പോയിട്ട് വരാം. അതുപോലെ സ്ലീപ്പറുള്ള കാഴ്ചകൾ നമ്മൾ തിരിച്ചു വരുന്ന യാത്രയിൽ നിങ്ങൾക്ക് അതുകൂടെ കാണാൻ പറ്റും. അവിടെ ആ റോഡിലൂടെ തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് ബസ് പോകുന്ന നോക്ക്. നമ്മൾ ചില പാലക്കാട് മൂവീസിലൊക്കെ ഇങ്ങനെ ലോങ് ഷോട്ടില്ലേ ബസ് പോകുന്ന ഷോട്ട് കാണാറില്ലേ, അതുപോലെ നല്ല ഭംഗിയില്ല വയലിൻ്റെ നടുവിലൂടെ ആ ബസ് ഇങ്ങനെ പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് അതൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും നമ്മൾ മൂവീസിലൊക്കെ കാണുന്ന ഒരു ഷോട്ട് പോലെയായിരുന്നു കാണുന്ന സമയത്ത്. കണ്ടോ, നല്ല രസമല്ലേ അത്? ബസ് ഇങ്ങനെ ആ ഒരു വയലിൻ്റെ ഇടയിലോട്ട് എങ്ങനെ പോകുന്നു നോക്ക്. ഈ ഒരു ഭാഗത്തൊക്കെ മുഴുവൻ പാടങ്ങൾ തന്നെയാണ്. ചില സ്ഥലത്ത് നമുക്ക് തെങ്ങും തോട്ടങ്ങൾ കാണാം, ചില സ്ഥലത്ത് കുറേ വാഴക്കൃഷികൾ കാണാം, പക്ഷേ ബാക്കി എല്ലാ സ്ഥലത്തും നെൽകൃഷി തന്നെയാണ്. എന്ത് രസമാണെന്ന് കണ്ടോ, ഇങ്ങനെ വലിയ പാടങ്ങൾ കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ, ചില സ്ഥലങ്ങൾ ഇതേപോലെയുള്ള വാഴക്കൃഷികൾ നമുക്ക് കാണാൻ പറ്റും, ചില സ്ഥലത്ത് ഇതേപോലെ തെങ്ങും തോട്ടങ്ങളാണ്. അല്ലാത്തിടങ്ങളിലൊക്കെ ഇങ്ങനെ പച്ച വിരിച്ച് കിടക്കുന്ന പാടങ്ങൾ. ശരിക്കും നമ്മുടെ കേരളത്തിൽ ഉള്ള അത്ര പോലും വെള്ളം കിട്ടാത്തൊരു സ്ഥലമാണ് തമിഴ്നാട്. പക്ഷെ അവരെ ഉള്ള വെള്ളം വെച്ചിട്ട് എന്തോരം കൃഷിയല്ലേ ചെയ്യുന്നത്. അത് താല്പര്യം കൊണ്ട് തന്നെയാണ്. നമ്മുടെ നാട്ടിലാർക്കും ഇങ്ങനെ ഇപ്പം കൃഷി ചെയ്യാനൊന്നും താല്പര്യമില്ലല്ലോ, അവരത് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പം മധുരൈ ജംഗ്ഷൻ സ്റ്റേഷനിലോട്ട് കയറാൻ പോവാം. മധുരൈ ജംഗ്ഷൻ. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മധുരയിലോട്ട് വരാനും ഈ ഒരു ട്രെയിൻ ബെസ്റ്റാണ്. അതായത് നമ്മൾ രാത്രി അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ രാവിലെ വന്നിട്ട് മധുരയിൽ ഇറങ്ങാം. നമ്മൾ പഴനി എത്തിയിട്ടുണ്ടായിരുന്നു. പഴനി എത്തിയ സമയത്ത് ഞാൻ ഉറങ്ങുമായിരുന്നു. അപ്പോൾ രാവിലെ പഴനിയിലും വന്ന് ഇറങ്ങാൻ പറ്റും. അപ്പോൾ പഴനിയിലോട്ടും മധുരയിലോട്ടും ഏർവാടിയിലോട്ടും അതുപോലെ തന്നെ രാമേശ്വരത്തോട്ടൊക്കെ പോകാനായിട്ട് ബെസ്റ്റാണ് ഈ ട്രെയിൻ. അവിടെ നമ്മുടെ തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമിലോട്ട് വരുന്നത് തിരുനെൽവേലി MGR ചെന്നൈ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് കേട്ടോ. ഞാനേതൊരു ചായ വാങ്ങിച്ചു, കുഴപ്പമില്ല. അതിൻ്റെ കൂടെ നല്ല വിശപ്പുണ്ട്. ഇന്നലെ രാത്രിയത്തെ ഭക്ഷണം കണക്കായിരുന്നു. ഒരു സമൂസ, നമ്മളെ നാട് പോലെയല്ല, വ്യത്യാസമുണ്ട്. കഴിച്ചോട്ടെ. ഉരുളക്കിഴങ്ങാണ് കൂടുതലും. കുഴപ്പമില്ല, എന്താ ഇത് കഴിക്കട്ടെ. നല്ല വിശപ്പുണ്ട്. ഇവിടുന്ന് വാട്ടർ ഫില്ലിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു 10 മിനിറ്റോളം നിർത്തിയിട്ടതിന് ശേഷം നമ്മൾ ട്രെയിൻ എടുത്തത്. അങ്ങനെ മധുരയിൽ നിന്നും നമ്മുടെ ട്രെയിൻ ഇതാ എടുത്തു. കുറേ ലോക്കോമോട്ടീവ് നമുക്ക്, ഒരു WAG4, ഒരു വാഗ്, അതിൻ്റെ ബാക്കിലൊരു WAG4, ഒരു WAG7, അതിൻ്റെ ബാക്കിലൊരു WAG7, പിന്നെ ഒരു മറ്റേത് മെമുവിൻ്റെ ഇത് എത്രണ്ണ. ഇനിയിപ്പോൾ ഇവിടുന്ന് അടുത്ത സ്റ്റോപ്പ് വരുന്നത് മാനമധുരൈ ജംഗ്ഷനാണ്. അതൊരു ഇവിടുന്ന് ഒരു 50 മിനിറ്റ് യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 8 മണി കഴിഞ്ഞു, 8:50 ആകുമ്പോൾ നമ്മൾ മാനമധുരൈ ജംഗ്ഷൻ എത്തും. അതാണ് ഇനി അടുത്ത സ്റ്റേഷൻ. ഇപ്പോൾ അവിടെ തിരുപ്പാച്ചട്ടി എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ വണ്ടി കൊണ്ടുവന്നിട്ട് ഇവിടെ പിടിച്ചിട്ടിട്ടാണ് ഉള്ളത്. എന്താണെന്നറിയില്ല. ഒരു ചെറിയ സ്റ്റേഷൻ, നമ്മുടെ ചേമഞ്ചേരിയൊക്കെ പോലെയുള്ള ഇവിടെയും അതിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. മണ്ണൊക്കെ ഇട്ടിട്ട് ഇത് ഉയർത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ വന്നിട്ട് നിർത്തിയിട്ടുണ്ട്. അത് അപ്പുറത്തോട്ട് ട്രെയിൻ വരുന്നുണ്ട്. ഇനി അതാണോ എന്ന് അറിയില്ല. അത് സിംഗിൾ ട്രാക്ക് ആണെന്ന് തോന്നുന്നു. അതായിരിക്കും, നോക്കട്ടെ. അതെ, ഒരു ട്രെയിൻ വരുന്നുണ്ട്, അതുകൊണ്ട് നിർത്തിയിട്ട്. WDP 4D 2 ലോക്കോമോട്ടീവ് ഉണ്ട്.
ഇത് മധുരൈ രാമേശ്വരം പാസഞ്ചറാണ്. ഇതിനാണ് നമ്മളന്ന് രാമേശ്വരത്ത് നിന്ന് മധുരയ്ക്ക് പോയത് കേട്ടോ. ഈ ട്രെയിൻ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ചാനലുണ്ട്. അപ്പോൾ ആ ഒരു ട്രെയിന് പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പിടിച്ചിട്ടത്. ഇത് സിംഗിൾ ട്രാക്കാണ്. ആ ട്രെയിൻ നമ്മൾ വന്നിട്ടുണ്ട് അന്ന്, അതിൻ്റെ വീഡിയോ ഒക്കെ ചാനലിൽ കിടക്കുന്നുണ്ട്. നമ്മൾ രാമേശ്വരത്ത് നിന്ന് മധുര വരെ വന്നത് ഈ ഒരു ട്രെയിനാണ്, ആ പാസഞ്ചറിനാണ്. തിരുപ്പച്ചെട്ടി അടിപൊളി സ്റ്റേഷൻ, നല്ല രസമുണ്ട്. നമ്മുടെ എടക്കാട് ജഗന്നാഥ ടെമ്പിൾ ഗേറ്റ് ഒക്കെ ഇല്ലേ, അതുപോലെയുള്ളൊരു സ്റ്റേഷനാണ്. നമ്മൾ ട്രെയിൻ എടുത്തു. നമ്മളെ ട്രെയിനല്ല, ഇതന്നെ എടുത്തത്. ആകെ 30 സെക്കൻഡ് എങ്ങാനും ഇവിടെ നിർത്തിയിട്ടുള്ളൂ. നമുക്ക് സിഗ്നൽ കിട്ടി. കണ്ടോ, ഗ്രീന് വന്നു. ഇവിടെ കണ്ടോ, സ്റ്റേഷൻ്റെ അകത്ത് തന്നെയായിട്ട് ഒരു ചെറിയ അമ്പലം. നല്ല ഭംഗിയുള്ള സ്റ്റേഷൻ കേട്ടോ. നമ്മുടെ നാട്ടിലിപ്പോൾ ഇങ്ങനെയില്ല, എല്ലാം മരമൊക്കെ മുറിച്ച് അബദ്ധമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ആ മരങ്ങളൊക്കെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ടാണ് ആ സ്റ്റേഷൻ ആ ഒരു ഭംഗി. ഇവിടെയും കണ്ടോ ഇലക്ട്രിഫിക്കേഷനൊക്കെ കഴിഞ്ഞത്, എന്നിട്ടും കണ്ടോ അവർ ആ മരങ്ങളൊക്കെ അങ്ങനെ തന്നെ വെച്ച് നമ്മുടെ നാട്ടിൽ ആ പേരും പറഞ്ഞിട്ടുള്ള മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചു. തിരുപ്പച്ചെട്ടി സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മൾ പോവാ. നമ്മളിത് അടുത്ത സ്റ്റേഷൻ എത്തിട്ടോ, മാനമധുരൈ ജംഗ്ഷൻ. അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത, തിരക്കില്ലാത്തൊരു സ്റ്റേഷൻ. പക്ഷേ കുറേ പ്ലാറ്റ്ഫോമും ഉണ്ട്. 1 2 3 4 5 പ്ലാറ്റ്ഫോം ഉണ്ട് ഈ സ്റ്റേഷന്. പക്ഷേ നോക്ക്, കാലിയായി കിടക്കുന്നു, ഒരാളും മനുഷ്യനും ഇല്ലാണ്ട് കിടക്കുന്നു. നല്ല ഭംഗിയുള്ള സ്റ്റേഷനാണ്, ഒരു പ്രത്യേക ഭംഗി. ഇവിടെ കിടക്കുന്നുണ്ട്, അത് ട്രാക്ക് മെയിൻ്റനൻസിൻ്റെ, അതായത് ട്രാക്കിൽ ഓരോ പണി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണത്. അപ്പോൾ ഈ ഒരു ട്രെയിനിൻ്റെ സമയം നിങ്ങളാരും മറന്നുകൊണ്ട, എല്ലാ ശനിയാഴ്ചയും രാത്രി 7:30 മംഗലാപുരത്ത് നിന്ന് ഈ ഒരു ട്രെയിൻ എടുക്കുന്നത്. അങ്ങനെ മംഗലാപുരത്ത് നിന്ന് 7:30 എടുത്ത് 8:10 കാസർഗോഡ്, അതുപോലെ 9:15 സമയത്ത് കണ്ണൂർ, 10:30 കോഴിക്കോട്, 11:10 തിരൂർ, പിന്നെ ഷൊർണൂർ, പാലക്കാട്. ഇത്രയാണ് ഈ ഒരു ട്രെയിനിന് നമ്മുടെ കേരളത്തിൽ വരുന്ന സ്റ്റോപ്പുകൾ. നമുക്ക് കോഴിക്കോട് നിന്നൊക്കെ കയറുന്നവരാണെങ്കിൽ രാത്രി 10:30 കയറിയാൽ പിറ്റേന്ന് രാവിലെ 10:45 ആകുമ്പോഴത്തേക്ക് നമുക്ക് രാമേശ്വരത്ത് എത്താൻ പറ്റും. പിന്നെ തിരിച്ചു വരാനുള്ളൊരു ബുദ്ധിമുട്ട് ഈ ഒരു ട്രെയിന് ശരിക്കും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ട്രെയിൻ അന്ന് തന്നെയാണ് ഉച്ചയ്ക്ക് ശേഷം എടുക്കുന്നത്. നമുക്കൊന്നും ക്ഷേത്രത്തിൽ പോയി വരാനുള്ള സമയമില്ല, പക്ഷെ അങ്ങോട്ട് പോകാൻ അല്ലെങ്കിൽ അവിടെ എത്തിയവർക്ക് തിരിച്ചു വരാൻ, ഈ 2 കാര്യത്തിനും ഈ ട്രെയിൻ നല്ല അടിപൊളിയായിരിക്കും. ഇനി നമുക്ക് അടുത്ത സ്റ്റോപ്പ് വരുന്നത് പരമക്കുടിയാണ്. പരമക്കുടി കഴിഞ്ഞിട്ട് രാമനാഥപുരം, അത് കഴിഞ്ഞാൽ പിന്നെ രാമേശ്വരം. രാമനാഥപുരം കഴിഞ്ഞിട്ട് രാമേശ്വരത്തിൻ്റെ ഇടയിലാണ് നമ്മുടെ പാമ്പൻ ബ്രിഡ്ജൊക്കെ വരുന്നത്. അവിടെ മണ്ഡപം എന്ന് പറയുന്ന സ്റ്റേഷൻ, അത് കഴിഞ്ഞാൽ പാമ്പൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ഇവിടെയൊന്നും സ്റ്റോപ്പില്ല, അതൊക്കെ അവിടുത്തെ ചെറിയ ചെറിയ സ്റ്റേഷനുകളാണ്. അടുത്ത് പരമക്കുടിയാണ്. നമ്മളിത് അടുത്ത സ്റ്റേഷൻ എത്തിയിട്ടോ, പരമക്കുടി. ഇതൊക്കെ ചെറിയ ചെറിയ സ്റ്റേഷൻസാണ്. ഇതിപ്പം 3 പ്ലാറ്റ്ഫോമിൽ, നമ്മളെ കൊയിലാണ്ടി പോലെ തന്നെ. പക്ഷെ ഇങ്ങോട്ടൊക്കെ ആൾക്കാർ വളരെ കുറവാണ്. ഒന്നാമത്തെ ഈ ഒരു ടൈമിൽ ഈ ട്രെയിൻ എന്ന് പറയുന്നത് ഇങ്ങോട്ട് ഓടി തുടങ്ങുന്നതാണ്. അപ്പം അധികം ആൾക്ക് ഈ ട്രെയിൻ പരിചയം ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് ഇനി ആയി വരണം. അങ്ങനെ അതാ പരമക്കുടിയിൽ നിന്നും നമ്മുടെ ട്രെയിൻ എടുത്തു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് രാമനാഥപുരമാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ പാമ്പൻ പാലമൊക്കെ കയറി രാമേശ്വരത്തും. നമ്മളിതാ രാമനാഥപുരത്തോട്ടെത്തി.
രാമേശ്വരത്തുന്നതിൻ്റെ മുന്നേ ഉള്ള ലാസ്റ്റ് സ്റ്റേഷനാണ് രാമനാഥപുരം. അന്ന് ലോക്കലിന് വന്ന സമയത്ത് അവിടെ മണ്ഡപവും ഒക്കെ പാമ്പനൊക്കെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന് സ്റ്റോപ്പില്ല, ഇതിന് നേരെ രാമേശ്വരമാണ്. ഇവിടുന്ന് ജനറല് കുറച്ച് ആൾക്കാർ കയറാനുണ്ട്, വേറെ ഒന്നിലും ഇല്ല. കുറേ പേര് ജനറലിൽ നിന്ന് ഇറങ്ങാനും ഉണ്ട്. അതായത് മധുരയിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ കയറുന്ന ആൾക്കാർ അവിടെ ജനറലിൽ കയറിയിട്ട് ഇവിടെ ഇറങ്ങുന്നവരുണ്ട്. അത്രയേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ആരും ഇവിടുന്ന് കയറാനോ ഇറങ്ങാനോ ഇല്ല. അങ്ങനെ നമ്മളെ ട്രെയിൻ ഇവിടുന്ന് എടുത്തു. അവിടെ ആ ഒരു ബോർഡിൻ്റെ അപ്പുറത്തായിട്ട് നിങ്ങൾ കാണുന്ന റോഡില്ലേ, അതാണ് രാമേശ്വരത്തോട്ട് നമ്മൾ റോഡ് വഴി പോവുകയാണെങ്കിൽ ആ റോഡാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. എന്നിട്ട് അവിടുന്ന് നമുക്ക് രാമേശ്വരത്തു നിന്ന് ധനുഷ്കോടി അങ്ങോട്ടേക്കൊക്കെ പോകാൻ പറ്റും. ആ ഒരു റോഡാണ് ഈ പോകുന്നത്, ഡയറക്റ്റ് രാമേശ്വരത്തോട്ടാ. നമുക്ക് അവിടെ പാമ്പൻ ബ്രിഡ്ജ് എത്തുമ്പം ഈ ഒരു റോഡിൻ്റെ ബ്രിഡ്ജും കൂടെ നമുക്ക് ആ സമയത്ത് കാണാം. ഈ കാണുന്നത് നമ്മൾ രാമേശ്വരത്തോട്ട് റോഡ് മാർഗം പോകുന്ന വഴിയാണ്. ഈ റോഡാണ് ധനുഷ്കോടി വരെ പോകുന്നത്. നമ്മൾ ബസ്സിനും കാറിനൊക്കെയാണ് രാമേശ്വരത്തോട്ട് പോകുന്നതെങ്കിൽ ഈ റൂട്ടാണ് പോകുന്നത്. മണ്ഡപം ക്യാമ്പ് സ്റ്റേഷൻ. അവിടെ കണ്ട, അവിടെ ഒരു ഹെലിപാഡൊക്കെ ഉണ്ട്. ശരിക്കും രാമേശ്വരം എന്ന് പറയുന്ന ഒരു ദ്വീപാണ്. ആ റോഡ് അതുവഴി അങ്ങോട്ട് പോവും. നമ്മൾ ഇതുവഴി ആ ഒരു ബ്രിഡ്ജിലോട്ട് കയറും. ഏകദേശം അവിടെ എത്തുമ്പോൾ നമുക്ക് ആ ഒരു ബ്രിഡ്ജായി. ഇവിടെയൊക്കെയുള്ള ചെറിയ ചെറിയ വീടുകൾ കണ്ടോ, കുട്ടി കുട്ടി വീടുകൾ. അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ മാത്രമേ വീടൊക്കെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും വീടുകൾ അവരുടെ ആവശ്യത്തിനനുസരിച്ച് ചെറിയ ചെറിയ വീടുകളായിരിക്കും. ഒരു പൊളിഞ്ഞ് കിടക്കുന്ന വീട് കണ്ടോ അവിടെ ആയിട്ടൊരു വാട്ടർ ടാങ്ക് ഒക്കെ കുട്ടി കുട്ടി വീടുകളാ. പക്ഷെ ഇവിടെയൊക്കെ കണ്ടോ ഫുൾ വേസ്റ്റാണ്, നിറച്ച് വേസ്റ്റ് കൊണ്ടിട്ടുണ്ട്, മൊത്തം വേസ്റ്റാ. ഇതാണ് മണ്ഡപം ക്യാമ്പ് സ്റ്റേഷൻ. ഇതിപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. മുന്നേ നമ്മുടെ പാമ്പൻ പാലത്തിൻ്റെ പണി നടക്കുന്ന സമയത്ത്, പുതിയ പാമ്പൻ പാലത്തിൻ്റെ പണി നടക്കുന്ന സമയത്ത് രാമേശ്വരത്തോട്ടുള്ള എല്ലാ ട്രെയിനുകളും ഈ ഒരു മണ്ഡപം ക്യാമ്പ് വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ രാമേശ്വരത്തോട്ട് ബസ്സിനോ ഷെയർ ടാക്സിക്കൊക്കെ പോകണമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പണിയൊക്കെ പൂർത്തിയായി. അതിപ്പോൾ പുതിയ പാലം നമുക്കതിലെ വന്നു. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു പുതിയ പാലത്തിലൂടെയാണ് രാമേശ്വരത്തോട്ട് പോവുക. ഈ ഒരു ഭാഗത്ത് നിന്ന് അങ്ങോട്ട് അതിപ്പം റെയിലായാലും റോഡായാലും നല്ല ഭംഗിയാണ്. നിങ്ങൾ ആ കാറ് പോകുന്ന ആ റോഡിൻ്റെ പുറകിലായിട്ട് നീല നിറത്തിൽ ഇവിടെ കടൽ കാണാൻ പറ്റും. അപ്പോൾ ആലോചിച്ച് നോക്ക്, ഇവിടെ മൊത്തം കാണുന്നത് കാറ്റാടി മരങ്ങൾ, പനമരങ്ങൾ ഒക്കെ, അതിൻ്റെ ഇടയിൽ കൂടിയാണ് ആ റോഡ് പോകുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കടലാണ്. അപ്പം കടലിൻ്റെ നടുവിലൂടെയാണ് ശരിക്കും നമ്മൾ പോകുന്നത്. കടൽ മറികടന്ന് അല്ലെങ്കിൽ കടൽ മുറിച്ച് കടന്ന് നമ്മൾ കയറുന്ന ഒരു ദ്വീപാണ് ശരിക്കും രാമേശ്വരം എന്ന് പറയുന്നത്. കടലിൻ്റെ മുകളിൽ കൂടിയാണ് ഈ ഒരു പാലം. നല്ല ഭംഗിയാണ് ഈ ഒരു റൂട്ടിൽ യാത്ര ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ ഈ വഴി ഒരിക്കലെങ്കിലും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ വഴി വരണം. ഈ ഒരു പാമ്പൻ പാലത്തിൻ്റെ മുകളിലൂടെ ഒന്ന് യാത്ര ചെയ്യണം. അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ പഴയ പാമ്പൻ പാലത്തിൻ്റെ മുകളിൽ കൂടെ മുന്നേ ഒരിക്കലും ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ അത് വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെ മുന്നേ ആയിരുന്നു. അപ്പോൾ അത് ഒരു അഡ്വഞ്ചർ അനുഭവമായിരുന്നു. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയാണ്. നമ്മൾ ഈ ഇനാഗുറേഷൻ, പുതിയ പാലത്തിന് ഇനാഗുറേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഇതിലൊരു യാത്ര ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ചാനലിൽ കിടക്കുന്നുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും. കഴിഞ്ഞ വർഷം, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 2025 ഏപ്രിൽ 6-ാം തീയതിയാണ് നമ്മുടെ ഈ ഒരു പുതിയ പാമ്പൻ പാലത്തിന് ഇനാഗുറേഷൻ നടന്നത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു പുതിയ പാലം ഇനാഗുറേറ്റ് ചെയ്തത്. അന്ന് 535 കോടി രൂപ ചെലവാക്കിയിട്ടാണ് ഏകദേശം 2 കിലോമീറ്റർ നീളമുള്ള ഈ ഒരു പുതിയ പാമ്പൻ പാലം ഉണ്ടാക്കിയത്. ആ സമയത്ത് മൊത്തം ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടായിരുന്നുള്ളത്. ട്രെയിനുകളൊന്നും അങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു പഴയ, നമ്മളിപ്പോൾ ഈ കയറാൻ പോകുന്ന ഇത് പുതിയ പാലാണ്. നിങ്ങൾക്ക് അവിടെ പഴയ പാലം കാണാം. അത് അപകടാവസ്ഥയിലായതുകൊണ്ട് അതുവഴി ട്രെയിൻ കുറേ കാലമായിട്ട് പോകുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് റോഡാണ്. അങ്ങനെ 3 പാലങ്ങൾ നിലവിലുണ്ട്. ആ പഴയ പാലം പൊളിക്കാതെ ഒരു സ്മാരകം പോലെ വെച്ചിട്ടുണ്ട്.
വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. കടലിൻ്റെ മുകളിലൂടെ ഒരു പാലത്തിലൂടെ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യം. നല്ല രസമാണത്. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് വെച്ചാൽ വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നവരാരെങ്കിലും ഇതുവഴി ഒരിക്കലെങ്കിലും വന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വരണം. അത്ര മനോഹരമായൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. വെറുതെ ഇങ്ങനെ ഈ ഒരു കാഴ്ച ഇങ്ങനെ നമ്മൾ കണ്ടു നിൽക്കുമ്പം എന്താ പറയേണ്ടത്, നമുക്ക് വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആണിത്. അവിടെ റോഡിലൂടെ വാഹനങ്ങൾ ഇങ്ങനെ ദൂരെ കൂടെ പോകുന്ന കാണാൻ പറ്റും. നടുക്ക് പഴയ പാലം, അടിയിൽ കടൽ, അതിൻ്റെ മുകളിലൂടെ ട്രെയിനിൽ നമ്മളിങ്ങനെ പോകാന്ന് വെച്ചാൽ വല്ലാത്തൊരു അനുഭവമാണത്. ഈ ഒരു പാലത്തിൻ്റെ ഭാഗങ്ങളിലൂടെ ബോട്ടുകൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് പണ്ടത്തെ പാലത്തിൻ്റെ ഭാഗം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മളവിടെ എത്തി. രണ്ട് സൈഡിലോട്ട് തുറക്കുന്ന പോലെ പണ്ടത്തെ ആ ഒരു സിസ്റ്റം കണ്ടോ നിങ്ങൾ ആ പഴയ പാലത്തിന്റെ പുതിയതെന്ന് പറയുന്നത് ഈ ഒരു രീതിയിലല്ല. പക്ഷെ പണ്ടത്തെ രണ്ട് ഭാഗത്തോട്ട് മാറിക്കൊടുക്കുകയാണ്, പുതിയത് പൊക്കുകയാണ് ചെയ്യുക. മറ്റേ റോഡിന്റെ പാലം എന്ന് പറയുന്നത് നല്ല ഉയരത്തിലായതുകൊണ്ട് അതിന്റെ അടിയിലൂടെ ബോട്ടുകൾക്ക് സുഖമായിട്ട് പോകാൻ പറ്റും. അങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് ഒരു വിസ്മയം തന്നെയാണ് ഈ ഒരു പാലം എന്ന് പറയുന്നത്. എത്ര തവണ നമ്മൾ ഈ പാലത്തിന്റെ മുകളിലൂടെ വന്നാലും പിന്നെ വരുന്ന സമയത്ത് വല്ലാത്ത എക്സൈറ്റ്മെന്റാണ്. അത്ര ഭംഗിയാണ്, ഒരു അഡ്വഞ്ചർ ആയിട്ട് നമുക്ക് തോന്നും. അത്ര രസമാണ് ആ ഒരു പാലത്തിന്റെ മുകളിലൂടെയുള്ള യാത്ര, ആ ഒരു എക്സ്പീരിയൻസ്. ആ പാലം കടന്ന ഉടനെയാണ് പാമ്പൻ എന്ന് പറയുന്ന സ്റ്റേഷൻ ഉള്ളത്. അതൊരു ചെറിയ സ്റ്റേഷനാണ്. ഇതാണ് പാമ്പൻ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ. ആ ഒരു ബ്രിഡ്ജ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്, പാമ്പൻ. നമുക്കിവിടെ ഒന്നും സ്റ്റോപ്പില്ല, നമ്മൾ തന്നെ അടുത്ത് രാമേശ്വരത്തേ ഉള്ളൂ. അന്ന് നമ്മൾ ലോക്കൽ ട്രെയിനിൽ വന്ന സമയത്ത് ഇവിടെയൊക്കെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ നമ്മുടെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള രാമേശ്വരം സ്റ്റേഷനിലോട്ട് എത്തിട്ടോ. 1 2 3 വേപ്പ്4ഉം ഒരു വേപ്പ് 7ഉം കിടക്കുന്ന നോക്ക്. നമ്മളിത് അവിടെ രാമേശ്വരം സ്റ്റേഷൻ എത്തി. അങ്ങനെ നമ്മുടെ മലബാർ ഭാഗത്തു നിന്നും ആദ്യമായിട്ട് രാമേശ്വരത്തോട്ടൊരു ട്രെയിന് ഇന്നു മുതൽ ഓടിത്തുടങ്ങി. ആ ട്രെയിനിലാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ നമ്മൾ മംഗലാപുരത്ത് നിന്ന് തുടങ്ങിയൊരു യാത്ര ഇവിടെ രാമേശ്വരത്ത് എത്തിയിട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും, രാമേശ്വരം മംഗലാപുരം രാമേശ്വരം. 16:62 മംഗലാപുരത്ത് നിന്ന് ഇങ്ങോട്ടും 16:62 രാമേശ്വരത്തും തിരിച്ചും പോകുന്ന ഈ ഒരു ട്രെയിനിൻ്റെ ആദ്യത്തെ ദിവസത്തെ യാത്രയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി, രാമേശ്വരത്ത് എത്തി. ഇപ്പോൾ സമയം 10:45 ആവുന്നു. അതായത് വലിയ ലേറ്റൊന്നുമില്ല, ഒരു 10 മിനിറ്റ് ലേറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ രാമേശ്വരത്ത് എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ ഉള്ളവർക്ക് ഇങ്ങോട്ടേക്ക് പഴനിയിലോട്ടും അതുപോലെ തന്നെ മധുരയിലോട്ടും രാമേശ്വരത്തോട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ആ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻസ് ആയിട്ട് പറയുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും കൂടെ വരും. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു യാത്രയുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.